മധുരകം CK വളവ് പൗരാവലി ഏർപ്പെടുത്തിയ KK അഹമ്മദ് കബീർ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ 2024-25 പുരസ്കാരം PB സക്കീർ ഹുസൈന് സമ്മാനിച്ചു. CK വളവിൽ നടന്ന ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം നൽകി. മാനവികതയുടെയും സർഗാത്മകതയുടെയും സ്നേഹത്തിന്റെയും ലഹരിയാകണം വളരുന്ന തലമുറകൾ ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും പൗരസമൂഹം ഉണരേണ്ടതുണ്ടെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യരുടെ മാത്രമല്ല ജീവജാലങ്ങളുടെ മുഴുവൻ ബന്ധുവായിരുന്ന പ്രകൃതിയുടെ ബന്ധുവായിരുന്ന ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് 2 തവണ അദ്ദേഹം വഹിച്ച പദവി പഞ്ചായത്ത് വാർഡ് മെമ്പറുടേതാണ്. ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാലും ഇത്രയേറെ മനുഷ്യരെ സഹായിക്കാൻ സാധിക്കും, ഇത്രയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കും, ഇത്രയേറെ സൽക്കർമ്മങ്ങൾ ഒരു നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് കേരളക്കരയെ ആകെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യനായിരുന്നു KK അഹമ്മദ് കബീർ എന്ന നിങ്ങളൊക്കെ കബീർക്ക. അദ്ദേഹം സ്വയം ഈ പ്രകൃതിക്ക് വേണ്ടി കുറേ പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ അവസാനം ഒരിക്കൽ ഞാൻ ഇക്ബാലിൻ്റെ പുസ്തകത്തിൽ വായിച്ചതാണ്, പള്ളിക്കാട് വൃത്തിയാക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയി പള്ളിയിലെ കാടൊക്കെ കബറിൽ കാട് മൂടിക്കിടക്കുന്ന ഇടങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് വൃത്തിയാക്കി മടങ്ങി വീട്ടിൽ വന്ന് കുളിച്ച് മരിച്ചു. അങ്ങനെയാണ് അല്ലേ? ഇത്രയും തനിക്ക് വേണ്ടി ഖബർ ഒരുക്കി വെച്ച് മരിച്ചതുപോലെ ഒരു മനുഷ്യൻ. ഇത്തരം പുണ്യാത്മാക്കളാണ് നമ്മുടെ നാടിനെ നിലനിർത്തുന്നത്. പുരസ്കാര ജേതാവിനെ MA വിജയൻ പൊന്നാട അണിയിച്ചു. ആസ്പിൻ അഷ്റഫ് പ്രശസ്തി പത്രം വായിച്ചു. ഹനാൻ ജാഫർ ഖാൻ വരച്ച സക്കീർ ഹുസൈന്റെ രേഖാചിത്രം വേദിയിൽ സമ്മാനിച്ചു. പൗരാവലി പ്രസിഡന്റ് റാഫി താളം അധ്യക്ഷത വഹിച്ച ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡിന്റെ വികസനത്തിൽ ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്ന കുറേ ദൂരം, അതുപോലെ നമ്മുടെ ഈ വളവ് സ്ഥലത്ത് അപകടം ഉണ്ടാകുമ്പോൾ ലൈറ്റ് സ്ഥാപിക്കുന്ന മിനിമാസ്റ്റ് സ്ഥാപിക്കുന്ന കാര്യം, അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള ഇവിടെ നടക്കുന്ന കാര്യം, റോഡ് സംബന്ധിച്ച് വികസനത്തിന്റെ പുതിയ കാര്യം എല്ലാം എനിക്ക് തോന്നുന്നു ഓരോന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അത് ചെയ്യാനൊക്കെ വലിയ ശ്രമം നടത്തിയിരുന്ന ആളാണ് നമ്മുടെ കബീർക്ക. അപ്പോൾ കബീർക്കയുടെ ധന്യമായിട്ടുള്ള ഓർമ്മ കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ നാടിൻ്റെ പൊതു ആയി മാറുന്നു എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് നമ്മുടെ കബീർക്ക. ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കബീർക്കയെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവര്, അദ്ദേഹത്തിന്റെ അവാർഡ് ഇപ്രാവശ്യം ലഭിക്കുന്നത് നമ്മുടെ സക്കീർ മാഷാണ്. എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് നൽകിയ 2 പേരൂടെ നമ്മുടെ വേദി പങ്കിടുന്നുണ്ട്. നമ്മുടെ വിജയേട്ടൻ ഒരു പ്രാവശ്യം കിട്ടി, സുധീഷ് അമ്മവീടിന് ഒരു പ്രാവശ്യം കിട്ടി, വേറെ സമയം നമ്മുടെ സക്കീർ മാഷിന് കിട്ടുകയാണ്. സക്കീർ മാഷ് ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആളെന്നറിയാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു ഭിന്നശേഷിയുള്ള ആളാണ് ഞാൻ തോന്നുന്നുണ്ട് പൊതുരംഗത്ത് ഒട്ടും കുറഞ്ഞ ആൾ. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ നല്ലപോലെ ഇടപെടാനും ആ മേഖലയിൽ പ്രത്യേകിച്ചുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ ഒരു ടൂറൊക്കെ ഉണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ പോകാൻ വിഷമമുള്ള സ്ഥലത്ത് പോലും ഇവർ ആ വിനോദയാത്രയായിട്ടും സ്റ്റഡി ടൂറായിട്ടും ഒക്കെ അവർ പോകാറുണ്ട്. ഹംസ വൈപ്പിപ്പാടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാനതല അംഗീകാരങ്ങൾ നേടിയ KB ഫാസിൽ, മുഹമ്മദ് റെയ്ഹാൻ, അഷ്ഫാഖ്, MR ഐഷാന എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സാംസാബി സലീം, മാലതി സുബ്രഹ്മണ്യൻ, OA ജൻറിൻ, സോമൻ താമരക്കുളം, സുധീഷ് അമ്മവീട്, CK വളവ് പൗരാവലി ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ നാസർ എന്നിവർ സംബന്ധിച്ചു. PB സക്കീർ ഹുസൈൻ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ വൈമാൾ, തൃപ്രയാർ. You're watching True Line News.